നമസ്കാരം. ഇന്ന് നമ്മൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് പറയാൻ പോണത്. ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും കേൾക്കണം. ഇന്നത്തെ കാലത്ത് പണ്ടൊക്കെ പല കാര്യങ്ങൾക്കും ഒരു മറയുണ്ടായിരുന്നു. ഇന്നത്തെ കാലത്ത് മറയില്ല. എല്ലാം തുറന്ന് ചോദിക്കും, തുറന്ന് കിട്ടിയാൽ അനുഭവിക്കാം, അത്ര തന്നെ. അതിൽ നമുക്ക് ഒരാളോട് ഒരു ചമ്മലോ പ്രശ്നങ്ങളോ ഒന്നുമില്ല. എന്തായാലും നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബാങ്ക് മാനേജർ എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ കേഷ്യറായിരുന്ന ആൾക്കാണ് അടുത്ത പ്രൊമോഷൻ ബാങ്കിലെ മാനേജറായിട്ട്. അങ്ങേരാണ് ഏറ്റവും അധികം പഴക്കമുള്ള വ്യക്തി. അപ്പോൾ അങ്ങേർക്ക് അവിടെ പ്രൊമോഷൻ കിട്ടുമെന്ന് വിചാരിച്ച് അങ്ങേരിങ്ങനെ പ്രതീക്ഷിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുക. അങ്ങേരെ ജീവിതം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പരമ കഷ്ടം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് പെൺകുട്ടികൾ, ഇവർ ടൗണിലേക്ക് മാറിയിട്ടുള്ളൂ. ഒരു വീട് വെച്ച ആളെന്നും ഗ്രാമത്തിൽ നിന്ന് നാട്ടിൽ നിന്ന് ദിവസം ബാങ്കിൽ വന്നു പോകാറ പതിവ്. പക്ഷെ അത് വലിയ ബുദ്ധിമുട്ടായി. പിന്നെ നാട്ടിലച്ഛനെ അച്ഛനും അമ്മയുണ്ട്. അച്ഛനമ്മേനെ ആ വീട്ടിലാക്കിയിട്ട് അങ്ങേരെ എന്തുണ്ടായിട്ടുണ്ടെങ്കിൽ ഇവിടെ ബാങ്കിൻ്റെ അടുത്ത് തന്നെ ഒരു സ്ഥലം മേടിച്ച് ഒരു ചെറിയൊരു വീട് വെച്ചു. പക്ഷെ അത് ഭയങ്കര ലോണാണ്. അപ്പോൾ ഇവിടെ ജോലിയുള്ള കാരണം ആ ലോൺ അങ്ങോട്ട് അടഞ്ഞു പോകണം. അപ്പോൾ 10-25,000 രൂപ ശമ്പളം കിട്ടുന്നതിന് ലോൺ അടയണം, അതുപോലെ കുടുംബം കഴിയണം. ഒരു മാസം കുടുംബം കഴിയണം, ഭാര്യയ്ക്കാച്ച ജോലിയില്ല, 2 കുട്ടികളെ പഠിപ്പ് കഴിയണം. ഇങ്ങനത്തെ ഈ വരുമ്പോഴേക്കും മാസമാകുമ്പോഴേക്കും പൈസ എല്ലാം കഴിയും. അപ്പോൾ ഒരു ബാങ്ക് മാനേജറായിട്ട് പ്രൊമോഷൻ കിട്ടി കഴിഞ്ഞാൽ 1 ലക്ഷം രൂപയോളം ശമ്പളം കിട്ടും. മറ്റുള്ള അലവൻസുകളും മറ്റുള്ള കാര്യങ്ങളും സൗകര്യങ്ങളൊക്കെ വേറെ കിട്ടും. അപ്പോൾ ഇവൻ തന്നെ മാനേജറാവും എന്ന് പ്രതീക്ഷയിലാണ് മൂപ്പര് ജീവിക്കുന്നത്. വളരെ ടൈറ്റായിട്ട് ജീവിക്കുന്നത്. വളരെ ടൈറ്റ് എന്ന് പറഞ്ഞാൽ അത്രയും EMI അടയ്ക്കണം. അങ്ങനെയുള്ള ഒരു കാറ് പോലും ലോണിൽ മേടിക്കാൻ പറ്റണില്ല. ഒരു തുക്കട സ്കൂട്ടറും കൊണ്ടാണ് മൂപ്പര് നടക്കുന്നത്. അപ്പോൾ അങ്ങനെ ഉരുണ്ട് പരണ്ട് ജീവിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഈ പ്രൊമോഷൻ എന്ന് വിചാരിച്ചിരിക്കുന്ന മാനേജർ പെൻഷൻ പറ്റി. അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന മാനേജർ പെൻഷൻ പറ്റി. അടുത്ത പ്രൊമോഷൻ ഇവർക്കായിരിക്കും എന്ന് ഹെഡ് ഓഫീസിൽ നിന്ന് ഓർഡർ വരണം കാത്തിരിക്കുമ്പോൾ വേറൊരു ചുള്ളനായ ഒരാൾ അവിടെ ബാങ്കിൽ മാനേജറായിട്ട് വന്ന് ചാർജ് എടുക്കുക. അത് കണ്ടോടുകൂടി മൂപ്പരെ സകല ആഭ്യറും പോയി. അപ്പോൾ മൂപ്പരെ പ്രൊമോഷൻ തട്ടിപ്പോയി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അവിടെ ചെന്ന് ഇങ്ങേരോട് പറഞ്ഞു. അപ്പോൾ ഇങ്ങേരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഏറ്റവും അധികം പഴക്കമുള്ളത് ഈ കേഷ്യറാണ്. അപ്പോൾ ആ കേഷ്യർ വിളിച്ചിട്ട് പറഞ്ഞു, അപ്പോൾ ഇത് എൻ്റെ പേരെന്ന് പറഞ്ഞാൽ സുധാകരൻ എന്നാണ്. അപ്പോൾ സുധാകരനോട് ചോദിച്ചു, കൊടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, പ്രൊമോഷൻ കിട്ടാത്തതിൽ വിഷമിക്കൊന്നും വേണ്ട, ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങൾക്ക് കിട്ടും. ഞാനിവിടെ കുറച്ച് നാളെ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ ഞാൻ ഫോറിനിലേക്ക് പോകണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ഇവിടുന്ന് ചാൻസ് കിട്ടും. അത് നിങ്ങൾക്ക് തന്നെ കിട്ടും. അത് നിങ്ങൾ വിഷമിക്കേണ്ടാവാറ്. അങ്ങനെ ഇവർ തമ്മിൽ ഭയങ്കര ഫ്രണ്ട്സായി. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങൾക്കും അവിടുത്തെ എല്ലാ കാര്യങ്ങളും ചോദിക്കുന്നത് ഇദ്ദേഹത്തിനോടാണ്. അപ്പോൾ അങ്ങനെ ഒരു ഫ്രണ്ട്സായിരിക്കും. ഇങ്ങനെയൊക്കെ നമ്മുടെ സുധാകരൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഭാര്യ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അതിസുന്ദരിയാണ്. കാണാൻ നല്ല ഭംഗിയുള്ള. ഇപ്പോൾ 2 കുട്ടികളും. ഇവർ അതുപോലെ തന്നെ ആഴ്ചയിൽ അല്ലെങ്കിൽ ഒരു മാസത്തിൽ ഇവരൊരു സിനിമയ്ക്ക് പോകും. ഒരു സിനിമയ്ക്ക് പോകുമ്പോൾ 2 കുട്ടികൾ അതിനുള്ള പൈസയുള്ളോ. അപ്പോൾ അതുകൊണ്ട് ഒരു മാസത്തിലൊരു സിനിമ. അപ്പോൾ ആ മാസത്തിലൊരു സിനിമ കാണുന്നതോടൊപ്പം തന്നെ ആ സിനിമ കഴിഞ്ഞ് ഭക്ഷണം കഴിഞ്ഞിട്ടാണ് ഇവർ വീട്ടിലേക്ക് പോകുക. അതാണ് അവരൊരു എൻജോയ്മെൻറ്റ്. ബാക്കിയുള്ളതിനും പൈസ ഇല്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ EMI അടയ്ക്കണം, അതുപോലെ തന്നെ വീട്ടു ചെലവ് നടക്കണം, പിന്നെ നാട്ടിലുള്ള അച്ഛനും അമ്മയ്ക്ക് ചെലവിന് പൈസ അങ്ങോട്ട് അയച്ചു കൊടുക്കണം. അങ്ങനെ ഇവരെ മരുന്നും മന്ത്രങ്ങളും അതങ്ങനെ ഒരു കുടുംബം എങ്ങനെ ബുദ്ധിമുട്ടി ജീവിക്കാമെന്ന് മൂപ്പര് ശരിക്കും മനസ്സിലാക്കിയിരിക്കണം. അതോടുകൂടിയിട്ട് ഈ പ്രൊമോഷനും പോയി. അപ്പോൾ അങ്ങനെ ജീവിക്കുന്ന ഒരു കുടുംബമാണ്. അപ്പോൾ ആഴ്ചയിൽ ഒരു സിനിമയും ഒരു ഭക്ഷണം ഒക്കെ ആയിട്ട് ഇവർ വളരെ ഹാപ്പി ആയിട്ടിരിക്കുക. ഇതുപോലെ തന്നെ ഒരു ഹോട്ടൽ. അപ്പോൾ ഭക്ഷണം കഴിക്കാൻ ചെല്ലുമ്പോൾ എന്തായാലും അവിടെ പിശുക്ക് കാണിക്കില്ല. ഒരു വിധം തിരക്കില്ലാത്ത ഹോട്ടലിൽ കയറും. അവിടെ കയറിയാലും ഏറ്റവും പൈസ കുറവുള്ള ഭക്ഷണം കഴിക്കുക. അവർ കുട്ടികൾക്കൊക്കെ ഒരു സന്തോഷം വേണ്ടേ. അങ്ങനെ ഒരു ഹോട്ടലിൽ കയറി ഒരു സിനിമയും കഴിഞ്ഞ് ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കാൻ സമയത്തുണ്ട് ഈ ബാങ്ക് മാനേജറും വേറെ 3 പേരും കൂടിയിട്ട് ആ ഹോട്ടലിൽ വന്നു. അപ്പോൾ ഇദ്ദേഹത്തിനെ കണ്ടു, സുധാകരനെ കണ്ടു. അപ്പോൾ മാനേജർ വേഗം നേരെ സുധാകരൻ്റെ അടുത്തേക്ക് വന്നിട്ട് എന്താ നിങ്ങൾ ഫാമിലിയോടൊക്കെ ഭക്ഷണം കഴിക്കാൻ വന്നതല്ലേ എന്ന് പറയും. അപ്പോൾ പറഞ്ഞു അതേന്ന് പറയും. ഒരു കാര്യം ചെയ്യും, ഇതാടോ നമ്മൾ റിസർവ് ചെയ്തതാണ്, നിങ്ങളും കൂടി അവിടെ ഒരു ഭക്ഷണം ഓർഡർ ചെയ്ത് കിട്ടാണ്ടി നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് എല്ലാവരും കൂടി ഒരുമിച്ച് ജോയിൻ ചെയ്തിരിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ കൂടെ 2 പേരുണ്ടെന്ന് അവർ 3 പേര്. അതുപോലെ തന്നെ മാനേജർ കല്യാണം കഴിച്ചിട്ടില്ല, അവർ 3 പേര്. അതുപോലെ തന്നെ ഇവരും കൂടി കൂട്ടി അവരെല്ലാവരും കൂടി ഇരുന്നിട്ട് ഇവർ കഴിക്കാൻ ഉദ്ദേശിച്ചതിനേക്കാളും ഭയങ്കര നല്ലൊരു ഡിന്നർ തന്നെയാണ് മാനേജർ ഇവർക്ക് മേടിച്ചു കൊടുത്തത്. പക്ഷേ മാനേജർ ഒരു കാര്യത്തിൽ ഭയങ്കരമായിട്ട് ഈ ഡിന്നർ മേടിച്ച് കൊടുക്കാനുള്ള കാരണം കൂടി അതാണെന്ന് തോന്നുന്നുണ്ട്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സുധാകരൻ്റെ ഭാര്യനെ കണ്ടപ്പോൾ ഒരുപാട് ഇഷ്ടപ്പെട്ടു. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സിനിമാ നടി റോജ, അങ്ങനെ നമുക്ക് പറയാം. ആ സിനിമാ നടി റോജയുടെ പോലെയുള്ളൊരു ഭാര്യയാണ്. അതിനെ കണ്ടപ്പോൾ ഇയാൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു.
ഇയാൾക്ക് ആ ഒരു ഇതിൽ ഇയാളെ കണ്ണും മിഴിച്ചിരുന്നു പോയി എന്ന് പറയാം ഇയാളെ കണ്ടു കഴിഞ്ഞാൽ. അങ്ങനെ കണ്ട് ഇവളായിട്ട് സംസാരിക്കുമ്പോൾ അതിനേക്കാളും വളരെ ഡീസൻ്റായിട്ട് സംസാരിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ അങ്ങനെ എല്ലാ ഡിന്നറൊക്കെ കഴിഞ്ഞ് മാനേജർ എന്നെ പൈസ പേ ചെയ്തു. അപ്പോൾ അവന് ഒരുപാട് സന്തോഷമായി സുധാകരന്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ഡിന്നറിൻ്റെ കാശും ഡിന്നർ അടിപൊളിയായി, അതുപോലെ തന്നെ പൈസയും മാനേജർ തന്നെ കൊടുത്തു. അതിന് ഒരുപാട് സന്തോഷം. അങ്ങനെ ഒരു വളരെയധികം എന്നാൽ എല്ലാവരും വളരെ ഹാപ്പി ആയിട്ട് ഭാര്യയോടൊക്കെ യാത്ര പറഞ്ഞ് മാനേജർ പോയി. മാനേജറെ കൂടെയുള്ളവരും പോയി. ഇവർ വീട്ടിലും ചെന്നു. അപ്പോൾ പറഞ്ഞു മാനേജർ കാഞ്ചനെങ്കിൽ വലിയ കാറും ഭയങ്കര സെറ്റപ്പുള്ള ആളാണ്, അത് കണ്ടാൽ തന്നെ അറിയാം അവർക്ക്. അപ്പോൾ ഇവിടെ ഒരു വീട്ടിൽ വന്നിട്ട് ഭാര്യ ചോദിച്ചു, നിങ്ങളുടെ മാനേജർ നല്ല മനുഷ്യനാണല്ലോ, ഇപ്പോഴൊക്കെ വന്ന് ഇത് കാണാനും നല്ല ഭംഗിയുണ്ട്, സിനിമ കാണുന്ന പോലെ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഒരു മാനേജറെ കുറിച്ചിട്ട് നല്ലൊരു അഭിപ്രായം ഭാര്യയ്ക്കും വന്നു, ഇദ്ദേഹത്തിനും വന്നു. പിന്നെ എന്തുണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം പിന്നെ തിങ്കളാഴ്ച ബാങ്കിൽ എന്ന വഴിക്ക് സുധാകരനെ വിളിച്ചു മാനേജർ. വിളിച്ചിട്ട് പറഞ്ഞു, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ, ഇന്നലെ ഭക്ഷണമൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട, ഭാര്യയ്ക്ക് ഇഷ്ടപ്പെട്ട, കുട്ടികളൊക്കെ സ്കൂളിൽ പോയാ, ഭാര്യ എന്ത് പറയുന്നു, ഭാര്യയ്ക്ക് സുഖമല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ നിങ്ങൾ അവിടുന്ന് അതൊന്നും ഫാമിലിയുടെ കാര്യങ്ങളൊന്നും ചോദിക്കാറില്ല, നിങ്ങൾ അവിടുന്ന് വിവാഹം കഴിച്ചത്, ഭാര്യയ്ക്ക് വീട്ടിൽ ആരൊക്കെയുണ്ട്, ഭാര്യയ്ക്ക് എത്ര പഠിച്ചിട്ടുണ്ട്, മറ്റുള്ള കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും ചോദിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ ബുദ്ധിമുട്ടുകളുണ്ട്, കഷ്ടപ്പാടുകളുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോകണം. ഇങ്ങനെ ബാങ്ക് മാനേജറായിട്ട് ജോലി കിട്ടിയാൽ മാത്രമാണ് എനിക്കിനി ഒരു പുനർജന്മമുള്ളൂ, അല്ലെങ്കിൽ കഷ്ടപ്പാട് തന്നെയാണ്, ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പോൾ ഭാര്യയ്ക്ക് വിദ്യാഭ്യാസം ഉള്ള എന്തെങ്കിലും ജോലിക്ക് പോയിക്കൂടെ, വീട്ടിലെ പണി കഴിഞ്ഞിട്ട് ഇങ്ങനെ ജോലിക്ക് പോകാൻ സമയമില്ല. കുട്ടികളുടെ കാര്യങ്ങളും എൻ്റെ കാര്യങ്ങളും ഭക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ കഴിച്ചു. പിന്നെ ഇന്നത്തെ കാലത്ത് എന്തെങ്കിലും ഒരു സുരക്ഷിതമാണോ ഒരു ജോലിക്ക് വിടുന്നത്, അതൊക്കെ ഇപ്പോൾ അവൾക്കും ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയൊക്കെ തന്നെ നടക്കണം. മാനേജറായി കഴിഞ്ഞാൽ പിന്നെ അവൾ ജോലിക്ക് പോകേണ്ട കാര്യമില്ലല്ലോ എന്ന് വിചാരിച്ച് ഞാൻ നിൽക്കണം. അപ്പോൾ മാനേജർ പറഞ്ഞാൽ പറ്റിയ വല്ല ജോലികൾ വരാൻ ഞാൻ പറയുന്നുണ്ട്, അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഒരുമിച്ച് വേണമെങ്കിൽ ജോലിക്ക് പൊക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ദിവസം ഇവനെ കാണുമ്പോൾ ഭാര്യയുടെ കാര്യങ്ങൾ അന്വേഷിക്കും. അതുപോലെ തന്നെ ശനിയാഴ്ച ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും കൂടി ഒരുമിച്ച് സ്മോൾ അടിക്കാൻ പോകും. അതുപോലെ അപ്പോൾ ആ സ്മോൾ അടിക്കുന്ന പൈസയൊക്കെ അങ്ങേരെ കൊടുക്കുക. അതിന് ഇവർ ആഴ്ചയിൽ ഒരു ദിവസം സ്മോൾ അടിക്കുന്ന ഡെയിലി ഇപ്പോൾ ഇവർ പോയി രണ്ടുപേരും ഫ്രണ്ട്സായി ഭാര്യ പോയി രണ്ടുപേർക്ക് അടിക്കും. അത് കഴിഞ്ഞിട്ടാണ് ഇവർ പിരിയുക. അങ്ങനെയായി. അപ്പോൾ ഇവർ അത്രയും കണ്ട ആത്മാർത്ഥ സുഹൃത്തുക്കളായി. അത് ഇദ്ദേഹത്തിൻ്റെ മാനേജർക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇവൻ്റെ സുധാകരൻ്റെ ഭാര്യനെ ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും ആ ഭാര്യനെ ഒന്ന് മൂപ്പർക്ക് എങ്ങനെയെങ്കിലും ഒന്ന് പരിപാടി ചെയ്യണം, ഒന്ന് പോഷണം എന്നുള്ള വലിയ ആഗ്രഹം മനസ്സിലുണ്ട്. അതുകൊണ്ടാണ് ദിവസം ഭാര്യയുടെ കാര്യങ്ങളും അതൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനൊരു ദിവസം ഒരു ബാറിൽ സ്മോൾ അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മാനേജർ ഒരു കാര്യം ചോദിച്ചു. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് ഞാൻ എന്ത് കാര്യങ്ങളും ഓപ്പണായിട്ട് ചോദിക്കുന്നത്, ഇത്രയും നാളായിട്ട് ഞങ്ങൾ നിങ്ങളോടൊരു കാര്യം ചോദിക്കണം. അപ്പോൾ ചോദിച്ചോ സാറ് ചോദിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ ഭാര്യയായിട്ട് ഒരു ദിവസം ഒന്ന് കഴിയണം, അതിന് എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞു. അയ്യോ സാറെന്തേ പറയണത്, ഞങ്ങൾ അങ്ങനത്തെ ഫാമിലി ഒന്നും അല്ല, അവളൊന്നും സമ്മതിക്കുന്ന കേസല്ല, അതൊന്നും നടക്കണ കാര്യങ്ങളല്ല, എന്താ ഇങ്ങനെ ഇത്ര ഓപ്പണായിട്ട് ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു. എൻ്റെ കാര്യങ്ങൾ അങ്ങനെയാണ്, ഓപ്പണായിട്ടാണ്. നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും ഞാൻ തീർക്കാം. നിങ്ങളുടെ ഈ പ്രൊമോഷൻ ഞാൻ ഇവിടുന്ന് കൂടി വന്നു കഴിഞ്ഞാൽ ഒരു മാസം കൂടെ ഞാൻ അവിടെ ജോലിയുള്ളൂ. നിങ്ങളെ എൻ്റെ കസേരയിൽ ഇരുത്തിയിട്ടാണ് ഞാൻ ഇവിടുന്ന് പോകുള്ളൂ, അതെൻ്റെ വാക്കാണെന്ന് പറഞ്ഞു. ഇത് കേട്ടോടുകൂടി മൂപ്പര് ഭയങ്കര അപ്പോൾ പറഞ്ഞു, അതിപ്പോൾ ഞാനിങ്ങനെ പെട്ടെന്ന് പറയാം, അത് അവളോടും കൂടി സംസാരിച്ച് അവളെയും കൂടി ഈ വഴിക്ക് കൊണ്ടുവരാൻ കുറച്ച് സമയം പിടിക്കും. അപ്പോൾ അതിന് എനിക്കൊരു കുറച്ച് സമയം പറഞ്ഞു. സമയം എത്ര വേണമെങ്കിലും എടുത്തോളൂ, കുഴപ്പമില്ല, എന്നാലും പെട്ടെന്ന് ആവണം എന്ന് പറയല്ല. മൂപ്പര് അപ്പം തന്നെ ഈ ഒരു 25,000 രൂപ അപ്പം തന്നെ ഗൂഗിൾ പേ അയച്ച് അവൻ്റെ ഫോണിലേക്ക് കൊടുത്തു. ഇപ്പോൾ തൽക്കാലം ഈ 25,000 രൂപ ഞാൻ അയച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നീ സുധാകരൻ ഒരു കാര്യം ചെയ്യ്, ഒരു കാറ് എൻ്റെ വീട്ടിൽ കിടക്കുന്നുണ്ട്, ഞാനത് ഉപയോഗിച്ച് വരുന്ന കാറാണ്, അത് ഈ വണ്ടി മേടിച്ചപ്പോൾ ഞാനത് ഉപയോഗിക്കാണ്ട് ഇട്ട് വെക്കുക, ആ കാറ് സുധാകരന് ഞാൻ തരണം, സുധാകരൻ എടുത്തോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾക്ക് അതിനേക്കാളും വലിയ സന്തോഷമായി. പിറ്റേ ദിവസം 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും കാറും കിട്ടി. അതൊക്കെ വന്ന് ഭാര്യയോട് പറഞ്ഞു, അദ്ദേഹം വലിയ സഹായങ്ങൾ നമ്മൾക്ക് ചെയ്യുന്നത്, 25,000 എനിക്ക് തന്നു, എന്നെ ബാങ്ക് മാനേജറാക്കാന്നുള്ള കാര്യം ഉറപ്പും തന്നു, ഇതിപ്പോൾ ഈ കാറും തന്നു എന്ന് പറഞ്ഞു. നമുക്ക് ആളെ വിളിച്ചിട്ട് ഉച്ചയ്ക്ക് ഒരു ഭക്ഷണം കൊടുക്കേണ്ട ആളെ വിളിച്ചിട്ടെന്ന് ചോദിച്ചു. പിന്നെ പോരാത്തിന് നമ്മൾ ഫാമിലി ആയിട്ട് പോകുമ്പോൾ ആൾ നമുക്ക് ഇടയ്ക്ക് ചിലവ് ചെയ്യുന്നുണ്ടല്ലോ, അപ്പം നമുക്കൊന്ന് വിളിച്ചൊരു ഭക്ഷണം കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഭാര്യയ്ക്ക് അതിനേക്കാളും സന്തോഷം. വിളിച്ചോളൂ, ഇത്രയും വലിയ ആൾക്കാരൊക്കെ നമ്മുടെ വീട്ടിൽ വരാൻ നമുക്ക് വലിയ സന്തോഷമല്ലേ, വിളിച്ചോളൂ എന്ന് പറഞ്ഞു.
അങ്ങനെ ഒരു ദിവസം ഞായറാഴ്ച ഉച്ചയ്ക്ക് ഭക്ഷണത്തിന് ആളെ ക്ഷണിക്കുന്നു. ആൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വരുന്നു, ഭക്ഷണം കഴിക്കുന്നു. അത് കഴിഞ്ഞ് കുറച്ച് നേരം റെസ്റ്റ് എടുക്കുന്നു, സംസാരിക്കുന്നു, ഭാര്യയായിട്ട് കൂടുതൽ അടുത്ത് ഇടപഴകുന്നു. മൂപ്പര് ആ ഒരു ഡിസ്റ്റൻസ് മാറി അവിടെ നിൽക്കുന്നു. ഇങ്ങനെ കാര്യങ്ങളെല്ലാം ഒരു മൂപ്പര് മാനേജർ വിചാരിച്ച പോലെ എല്ലാ കാര്യങ്ങളും വളരെ സ്മൂത്താണ്. അപ്പോൾ മാനേജർ പറഞ്ഞു, ഇനി എന്തായാലും ഇത്രയും പരിചയം കാര്യങ്ങളൊക്കെ ആയ നിലയ്ക്ക് നിങ്ങൾക്ക് ഉള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് സുധാകരനോട് പറഞ്ഞു, ഭാര്യയോട് പറയും, ഇനി വെച്ച് താമസിപ്പിക്കണ്ട. എനിക്ക് 5 ദിവസങ്ങൾ ഇങ്ങനെ എൻ്റെ ഇവിടുന്ന് പോകേണ്ട സമയങ്ങളായി. ഞാൻ അത് കഴിഞ്ഞ് ഞാൻ പോവാണ്. അപ്പോൾ ഇവിടെ ഞാൻ പ്രൊമോഷന് വേണ്ടിയുള്ള എല്ലാ കടലാസുകൾ വരെ ഞാൻ ശരിയാക്കിയിട്ടുണ്ട്. പ്രൊമോഷൻ ഇവിടെ ബാങ്ക് മാനേജറെ കസാരയിൽ ഇരുത്തിയിട്ടേ ഞാൻ ഇവിടെ നിന്ന് പോവുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ സുധാകരൻ പറഞ്ഞു, ഞാൻ ഇന്ന് ഭാര്യയായിട്ട് സംസാരിച്ച് നമുക്ക് കാര്യങ്ങളെല്ലാം ഡീൽ ചെയ്യാമെന്ന് പറഞ്ഞു. ഓക്കെ പറഞ്ഞു. മാനേജർ അന്ന് ഉച്ചഭക്ഷണമൊക്കെ കഴിച്ച് വീട്ടിൽ നിന്ന് പോയി. അന്ന് ഇതുപോലെ തന്നെ ഭാര്യയോട് നമുക്കൊന്ന് പുറത്ത് പോവാം, കുറച്ച് കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാനുണ്ട്. അങ്ങനെ കുട്ടികളെയും കൊണ്ട് പുറത്ത് പോയി ഒരു കടപ്പുറത്ത് പോയി കുട്ടികളെയൊക്കെ കളിക്കാൻ വിട്ടിട്ട് ഇവർ ആ കടപ്പുറത്തിൻ്റെ ഒരു ഭാഗത്തിരുന്നിട്ട് പറഞ്ഞു, നമുക്ക് ഒരു കാര്യത്തിൽ നീ ഒന്ന് കണ്ണടയ്ക്കണം. ചോദിച്ചാൽ എന്തിനാണ്? അത് നമ്മുടെ ലൈഫിനെ തന്നെ മാറ്റിമറിക്കും. ഇപ്പം നമുക്ക് ഈ കാറ് സ്വന്തമായിട്ട് തന്നു, അതുപോലെ തന്നെ രൂപ തന്നു, അതുപോലെ തന്നെ എൻ്റെ പ്രൊമോഷൻ, അതാണ് എനിക്ക് ഏറ്റവും വലുത്. അതും ഇപ്പം അടുത്തന്നെ ശരിയാവുമ്പോൾ പിന്നെ ഇപ്പം എന്താ പ്രശ്നം? പക്ഷെ അതിന് എന്നെ സഹായിക്കുന്ന, എൻ്റെ ഈ കാര്യങ്ങളെല്ലാം ചെയ്തു തരുന്ന എൻ്റെ ഒരു ബോസാണ് മാനേജർ. ആ മാനേജർക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമായി. ഒരുപാട് ഇഷ്ടം എന്ന് പറഞ്ഞാൽ നിന്നെ കണ്ട അന്ന് റെസ്റ്റോറൻറ്റിൽ കണ്ട അന്ന് മുതൽ ആൾ ആഗ്രഹിച്ച് നടക്കുക നിൻ്റെ കൂടെ ഒരു ദിവസം കഴിയാനായിട്ട്. അയ്യോ എന്നത് നീ പറയണത്? അതാണ് ഞാൻ പറയണത്. നീ അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു ദിവസം നീ കഴിയണം. അത് നമ്മുടെ ലൈഫെ മറിക്കും. അപ്പോൾ അത് ഞാൻ അറിഞ്ഞിട്ടാണ് നിനക്ക് എന്നോട് പറയണത്. അപ്പോൾ അതുകൊണ്ട് നീ അതിന് നോന്ന് പറയരുത്. നോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പ്രൊമോഷനും പോവും, ചിലപ്പോൾ കാറും തിരിച്ച് മേടിക്കും. അങ്ങേർക്ക് ചിലപ്പോൾ നീ ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ എന്നെ അവിടെ നിന്ന് ടെർമിനേറ്റ് ചെയ്യാനും ചിലപ്പോൾ അദ്ദേഹത്തിന് കഴിയുന്ന ആളാണ്. പോരാതെ ഈ ബാങ്കിൻ്റെ മെയിൻ ഹെഡിലൊക്കെ മൂപ്പർക്ക് നല്ല പിടിപാടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം തന്നെ ഇപ്പോൾ ഈ ഒരു മാസം കഴിഞ്ഞാൽ അദ്ദേഹം ഫോറിനിലേക്ക് പോവുക. ഇനി ദിവസം വേണമെന്നൊന്നും അദ്ദേഹം പറയില്ല. ഈ ഒറ്റ പ്രാവശ്യം കഴിഞ്ഞാൽ അദ്ദേഹം പോകണം. പിന്നെ അദ്ദേഹം ഇവിടെ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ നിനക്കത് നീ സമ്മതിക്കണം. അപ്പോൾ ഇത് പറഞ്ഞപ്പോൾ തന്നെ ഈ ഭാര്യയുടെ മനസ്സിൽ ഇദ്ദേഹമായിട്ട് ഒന്ന് ബന്ധപ്പെടണമെന്നുള്ള ഒരു ആഗ്രഹം എന്തായാലും ഉണ്ടായിരുന്നു. അപ്പോൾ രോഗി ഇച്ഛിച്ചതും വൈദ്യം കൽപ്പിച്ചതും പാലെന്ന് അവൾക്ക് തോന്നി. പക്ഷെ അവൾ അഭിനയിക്കിന് എന്താ കാര്യം? അയ്യോ അതങ്ങനെ ചെയ്യാൻ പാടില്ല, അങ്ങനെ ചെയ്ത തെറ്റല്ലേ, ഇനി അല്ലെങ്കിൽ ഞാനൊരാളെ കൂടെ കിടന്നു പറഞ്ഞാൽ നിങ്ങൾക്ക് ഇനി ഒരു നമ്മുടെ കുടുംബജീവിതത്തിൽ അങ്ങനെ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, അത് വലിയ ബുദ്ധിമുട്ടുണ്ട്, അതൊന്നും വേണ്ട, നമുക്ക് കാശല്ലല്ലോ വലുത്, ജീവിതമല്ലേ വലുത് എന്നൊക്കെ അവൾ പറയുന്നുണ്ട്. എന്നിരുന്നാലും ഇവളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ലഡ്ഡു ഇങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കുക. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭർത്താവിനേക്കാളും സുന്ദരനാണ് ബാങ്ക് മാനേജർ. അപ്പോൾ ലാസ്റ്റ് ഇവള് പറയണ്, ഒരു പ്രാവശ്യമല്ലേ, അത് കഴിഞ്ഞ് ആൾ പോവല്ലേ. നമ്മളാച്ചിട്ടുണ്ടെങ്കിൽ ഒരു സാമ്പത്തികപരമായിട്ട് വളരെയധികം പിന്നോക്കം നിൽക്കണം. ഇപ്പോൾ ഇങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു തന്ന അങ്ങേരാണല്ലോ, നമുക്ക് ഞാൻ ഒരു ദിവസം കഴിഞ്ഞോളാം, ഒരു കുഴപ്പമില്ല, ആളെ വീട്ടിലേക്ക് വിളിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ എന്തുണ്ടായിട്ടുണ്ടെങ്കിൽ ഈ വിവരം നമ്മുടെ മാനേജറെ അറിയിച്ചു സുധാകരൻ. മാനേജർക്ക് വളരെ ഹാപ്പി. മാനേജർ പറഞ്ഞു, എന്തായാലും വീട്ടിൽ വേണ്ട, നമുക്ക് ഞാനിവിടെ സ്റ്റാർ ഹോട്ടലിൽ റൂം ബുക്ക് ചെയ്യാം, നിങ്ങൾ രണ്ടുപേരും കൂടി അവിടെ വന്നാൽ മതി, നമുക്ക് അവിടെ കഴിയാം എന്ന് പറഞ്ഞു. അങ്ങനെ സ്റ്റാർ ഹോട്ടലിൽ റൂം ബുക്ക് ചെയ്തു. അങ്ങനെ 2 റൂം എടുത്തു. ഒരു റൂമിൽ ഭർത്താവിനെ ആക്കി, ആ റൂമിൽ നിന്ന് ഭാര്യ ആഡംബരമായുള്ള സൂട്ട് റൂമിലേക്ക് ആ തണുപ്പത്ത്, അത്രയും നല്ല തണുപ്പത്ത്, അത്രയും വലിയ ആംബിയനിൽ ആ ഭാര്യ ഒരു നീല സാരിയൊക്കെ എടുത്ത് ഒരു സ്വർണ്ണക്കൽ വിഗ്രഹം പോലെ വളരെയധികം സന്തോഷിച്ച് ആദ്യ രാത്രി എന്ന് പറഞ്ഞ പോലെ ആ ബാങ്ക് മാനേജറെ എടുത്ത് ചെല്ലണ്. അങ്ങനെ അവിടെ വെച്ചിട്ട് അവർ 2 പേരും കൂടി 2 ശരീരങ്ങളും കൂടി ഒന്നാവണ്. അതെല്ലാം കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും അപ്പുറത്തെ റൂമിൽ സുധാകരനും പിന്നെ അവർ റൂമിൽ പോയിട്ട് നേരം എടുത്തിട്ട് മാത്രമാണ് സുധാകരന് പിന്നെ ഭാര്യനെ കാണാൻ പറ്റുള്ളൂ. അതവരെ ഭാര്യയായിട്ടുള്ള ലീലാവിലാസങ്ങളിലായിരുന്നു ബാങ്ക് മാനേജർ. അത് കഴിഞ്ഞ് ഒന്നും അറിയാത്ത പോലെ അവർ റൂം വെക്കേറ്റ് ചെയ്തു. അവർ നേരിട്ട് ഇങ്ങോട്ട് പോന്നു. അപ്പോൾ കുട്ടികളെ അവർ ഉണ്ടായിരുന്ന ഒരു ബന്ധുവിൻ്റെ വീട്ടിലാക്കിയിട്ടാണ് അവർ പോയത്, ഫാമിലി മാത്രമായിട്ട്. അങ്ങനെ നേരം എടുത്ത് ഒന്നും അറിയാത്ത പോലെ അവർ കാറിൽ ഇങ്ങോട്ട് പോന്നു. ബാങ്ക് മാനേജർ ബാങ്കിലേക്കും പോയി. അത് കഴിഞ്ഞ് ഒരാഴ്ചക്കുള്ളിൽ ബാങ്ക് മാനേജർ ഇങ്ങേരെ മാനേജരാക്കിക്കൊണ്ട് ആ കസാരയിൽ ഇരുത്തിയിട്ട് അങ്ങേര് കാനഡയിലേക്ക് മാനേജർ യാത്രയായി. അങ്ങനെ അപ്പോൾ പല കുടുംബങ്ങളിലും പല സ്ഥാനങ്ങളിൽ ഭർത്താക്കന്മാരെ എത്തിക്കാൻ വേണ്ടി
ഭാര്യമാർ എന്തിനും തയ്യാറാണ്, അത് അവർ ചെയ്യുകയും ചെയ്യും, ആർക്ക് വേണമെങ്കിലും കിടന്ന് കൊടുക്കുകയും ചെയ്യും. അങ്ങനെ ഒരുപാട് കഥകൾ ഇവിടെ നടക്കുന്നുണ്ട്. അതിലത്തെ ഒരു കഥ മാത്രം, നമുക്ക് അറിയുന്ന ഒരു കഥ മാത്രം നമ്മൾ പറഞ്ഞു എന്ന് മാത്രം. ഇനി ഇതുപോലെയുള്ള കഥകൾ നമുക്ക് അറിഞ്ഞ കഥകൾ നമ്മൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഓക്കെ. ഒരു കാര്യം നിങ്ങൾ ഇപ്പോഴും മറന്നു, ഇത്ര നേരം ഇങ്ങനെ സുഖിച്ച് രസിച്ച് വീഡിയോ കണ്ടു, ലൈക്ക് അടിച്ചാ? ഇല്ല, അടിച്ചില്ല. അടിക്ക്. അതങ്ങനെ ലൈക്ക് അടിച്ചു. ഇപ്പം ശരി, സമ്മതിച്ചു. ഇനി നിങ്ങൾക്ക് ഈ കഥേനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ എന്തായാലും ഒരു കമൻ്റ് ആയിട്ട് ഇടുക. എന്തോരം ആൾക്കാരാണ് സബ്സ്ക്രൈബ് ചെയ്യാണ്ട് വീഡിയോ കാണുന്നത്. എന്നും ഈ വീഡിയോ വന്നോന്നും വരില്ല. അപ്പം നിങ്ങൾക്ക് എന്നും കിട്ടണമെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അപ്പോൾ എനിക്ക് സന്തോഷം, നിങ്ങൾക്ക് സന്തോഷം. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി, നമസ്കാരം. ആരോഗ്യമൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുക, നല്ല ഭക്ഷണമൊക്കെ കഴിക്കുക. ഓക്കെ. റോഡിലേക്ക് നടക്കുമ്പോൾ സൂക്ഷിച്ച് വണ്ടി ഓടിക്കുക, സൂക്ഷിച്ച് കാൽനടക്കാർ നടക്കുക. അപ്പോൾ നമ്മുടെ ആയുസിനും ഒരു കുഴപ്പമുണ്ടാവില്ല. ഓക്കെ, ബൈ.